ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഇഡിയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇഡിയമാണ് ബ്രേക്ക് എ ലെഗ്. ഇത് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഫീൽ ആണെങ്കിലും ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഓൾ ദി ബെസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെയാണ്. ഇതിൻ്റെ ഈ കോൺട്രഡിക്ഷനാണ് ഇതിനെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പോസിറ്റീവ് മീനിങ് കൊണ്ടുവന്നത് എന്നൊക്കെ എനിക്കൊരു ക്യൂരിയോസിറ്റി തോന്നിയിട്ട് ഞാൻ നെറ്റിൽ വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു എന്താണ് ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ US ഒറിജിൻ ആയിട്ടുള്ള ഒരു ഇഡിയമാണ്. ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് തിയേറ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടാണെന്നാണ് പറയുന്നത്. അതായത് നാടകത്തിൻ്റെ ആ ഒരു മേഖലയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഇഡിയമായിട്ടാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാടകമൊക്കെ നടക്കുന്ന സ്റ്റേജിൻ്റെ മെയിൻ കർട്ടൻ ഉണ്ടല്ലോ, മെയിൻ ഫ്ലാറ്റ് ആയിട്ടുള്ള ആ കർട്ടൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരു സ്ട്രിപ്പ് ഓഫ് ക്ലോത്ത് ഇങ്ങനെ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെ, ഈ മെയിൻ കർട്ടൻ്റെ കണ്ടിന്യൂഷൻ പോലെ രണ്ട് സൈഡിലും ഒരു സ്ട്രിപ്പ് ഓഫ് ക്ലോത്ത് ഇങ്ങനെ നീളത്തിന് വെച്ചിരിക്കുന്നത് കാണാം. ശരിക്കും ഈ രണ്ട് സ്ട്രിപ്പ് ഓഫ് ക്ലോത്തിൻ്റെ പുറകിലാണ് ഇനി പെർഫോം ചെയ്യാൻ പോകുന്ന ആളുകളൊക്കെ ലൈനപ്പായി നിൽക്കുന്ന ഒരു ഏരിയ. ഈ സ്ട്രിപ്പ് ഓഫ് ക്ലോത്തിന് ലെഗ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലെങ്കിൽ മുന്നേക്ക് വരാനായിട്ട് പറ്റാത്ത ആളുകളോട് ഈ ലെഗിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് വരൂ അല്ലെങ്കിൽ സ്റ്റേജിൻ്റെ മുന്നിലേക്ക് വരൂ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്ന ഒരു ഇഡിയം, അങ്ങനെ ഒരു യൂസേജ് സ്റ്റാർട്ടായത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. വേറെയും തിയറീസ് ഉണ്ട് കേട്ടോ. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള എനിക്ക് വേറൊരു തിയറിയാണ്. അതും ഈ തിയേറ്ററിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് വന്നിരിക്കുന്നത്, പക്ഷേ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് പറയുന്നത്. അതായത് ഇപ്പോൾ വലിയ നല്ല പെർഫോമൻസ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓഡിയൻസ് അല്ലെങ്കിൽ വ്യൂവേഴ്സൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അവരുടെ എക്സൈറ്റ്മെൻറ്റ് അവരിരിക്കുന്ന ചെയറിൽ ഇടിക്കുകയും അതെടുത്ത് എറിയുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലേക്ക് അത്രയും വലിയൊരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരികയും അതിൻ്റെ ഭാഗമായി ചെയറിൻ്റെ കാലൊടിയുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വരട്ടെ, അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ, ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് അതുപോലുള്ളൊരു നീക്കം ഉണ്ടാകുന്ന രീതിയിൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ ആളുകളെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്നത് ഉപയോഗിച്ചിരുന്നത് എന്നും പറയപ്പെടുന്നുണ്ട്. വേറൊരു തിയറി എന്ന് പറയുന്നത് പണ്ട് കുറച്ച് ആളുകളുണ്ടായിരുന്നു, അവർക്ക് കുറച്ച് സൂപ്പർസ്റ്റിഷ്യൻസ് ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഒരു ആക്ടർ ഒരു തിയേറ്ററിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പോകുമ്പോൾ ഗുഡ് ലക്ക് എന്ന് പറയുന്നത് ശരിക്കും അവർക്കൊരു നെഗറ്റീവായിട്ട് ഫലിക്കും എന്നുള്ള ഒരു തോന്നൽ. അതുകൊണ്ട് ഗുഡ് ലക്കിൻ്റെ ഓപ്പോസിറ്റായിട്ട് പോയി നിൻ്റെ കാലൊടിച്ചിട്ട് വാ, അതായത് ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് പറയുമ്പോൾ എന്ത് നമ്മൾ പറയുന്നോ അതിന് ഓപ്പോസിറ്റ് സംഭവിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ബിലീവ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളാണ് ഈ ബ്രേക്ക് എ ലെഗ് എന്ന് പറയുന്ന ഈ ഒരു ഇഡിയം ഈ ഒരു യൂസേജ് തുടങ്ങി വെച്ചത് എന്നുള്ളതാണ് വേറൊരു തിയറി. ഇനിയും കുറേ തിയറീസ് ഉണ്ട് കേട്ടോ. ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിയോളൂ. ഗൂഗിളിൽ ഇഷ്ടം പോലെ തിയറീസ് ഇനിയും ഈ ഇഡിയത്തിനെ ചുറ്റിപ്പറ്റിയുണ്ട്. മറ്റൊരു ഇഡിയവുമായി അല്ലെങ്കിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.